കോഴിക്കോട് തീപിടുത്തമുണ്ടായ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വീഴ്ചയില്ല എന്ന് മേയർ എം ബീന ഫിലിപ്പ്. 40 വർഷം മുൻപുള്ള നിയമപ്രകാരം നിർമ്മിച്ച കെട്ടിടമാണ് അത് എന്ന് അവർ പറഞ്ഞു. 2016 വരാന്ത കെട്ടിമറിച്ച് ഉപയോഗിക്കാൻ കച്ചവടക്കാരന് കോർപ്പറേഷൻ അനുമതി നൽകിയിരുന്നു. ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കച്ചവടക്കാരാണെന്നും അവർ പറഞ്ഞു. ഇന്നത്തെ നിയമമായിരുന്നില്ല ഒരു 40 വർഷം മുമ്പുള്ള നിയമം. അന്നത്തെ നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ള രീതിയിൽ തന്നെയായിരുന്നു അന്ന് ആ കെട്ടിടം പണിതത്. അന്നത്തെ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ വരാന്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വരാന്തകളിൽ സാമൂഹ്യദ്രോഹികളൊക്കെ കയറിയിട്ട് വളരെ മോശമായി ആ ഭാഗം ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ മുകളിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 ആ വരാന്തകൾ കൂടി ഗ്രില്ലിട്ടിട്ട് ആൾക്കാർ കയറാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ അവർക്ക് നമ്മൾ കൊടുത്തത്. അനധികൃതമായി നമ്മൾ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ആഭ്യന്തര തലത്തിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. അവരുടേതായ തലത്തിലുള്ള അന്വേഷണങ്ങൾ, എന്ത് വീഴ്ച അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, എന്ത് വീഴ്ച കോർപ്പറേഷൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായത്, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട്, പ്രാഥമികമായ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കണം.